ഞാൻ വെറുതെ പറയല്ലാട്ടോ. ഇന്ന് മുന്നേ എന്നെ വല്യമ്മ കെട്ടിപ്പിടിച്ചപ്പോ ഞാൻ ചവിട്ടി താഴെ ഇട്ടിനു, കയ്യും പൊട്ടിയതാ. അതാ അന്റെ ഉമ്മുമ്മാന്റെ മയ്യത്ത്. എന്താക്കാ? ഒന്നുമില്ല. അല്ല, അന്റെ ഉമ്മുമ്മാന്റെ ആ പള്ളി എവിടെയെന്നാ പറഞ്ഞേ? ഇക്ക എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്റെ കാമുകന്റെ കൂടെ പോവാ. ഞങ്ങൾ 5 വർഷമായി പ്രേമത്തിലേനു. എന്നാ പിന്നെ കല്യാണത്തിന് മുന്നേ പോയിക്കൂടേനു ഇക്കാക്ക് തോന്നും. ഓന് പണിയൊന്നും ഇല്ലക്ക. അതൊന്നും ജീവിക്കാൻ കാശ് വേണ്ടേ? എന്റെ ഉപ്പ തന്ന പൊന്നും ഇക്ക തന്ന 10 പവൻ മേരം കൊണ്ടാ ഞാൻ പോണേ. ഇക്ക വിഷമിക്കരുത് കേട്ടോ. ഇക്കാനെ എനിക്ക് ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. ചിലപ്പോ ഞാൻ ഓനെ കണ്ടുമുട്ടിയില്ലെങ്കിൽ ഇക്കാനെ തന്നെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. എന്തായാലും ഇക്കഞ്ഞി ഒരു 6 മാസത്തേക്ക് വേറെ നിക്കാവൊന്നും കഴിക്കണ്ട. ഓന്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണേല് ഞാൻ ഇക്കാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ഇക്കനെ സ്വീകരിക്കില്ലേ എന്ന് സ്വന്തം. കണ്ട നിങ്ങള്? ഓള് പോയി, കത്തെഴുതിച്ചിട്ട് ഓള് പോയി. എന്തായിരുന്നു 10 പവന്റെ മേര കൊടുത്തിക്കില്ലേ? മോശാത്രേ. ബാക്കിയുള്ള ദുബൈയില് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ. സമാധാനമല്ല നിങ്ങക്ക്? എന്നിട്ട് ഓള് പറയാം 6 മാസത്തേക്ക് വരെ നിക്കാവൊന്നും കഴിക്കണ്ടാന്ന്. 6 മാസം പോയിട്ട് 6 കൊല്ലത്തേക്ക് വരെ നിക്കാ വയ്ക്കാൻ പറ്റുമോ എനിക്ക്? ഇജെന്താ പറഞ്ഞ? ബിരിയാണി കൊടുത്താ മോശാത്രേ. പോത്ത്, പുഡിങ്, ഐസ്ക്രീം. സമാധാനമല്ല എനിക്ക്? ഇജ്ജ് കൊണ്ട് 4 ഇത്. ചായ? എന്ത് ചായ? അല്ല മോനെ, ഈ എന്താ വിചാരിച്ചേ? അനക്ക് മാത്രമേ പറ്റിക്കാൻ അറിയാവുന്ന എന്റെ കല്യാണത്തിന് ഈ എനിക്കൊരു പണി തന്നല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഫുൾ ക്രെഡിറ്റ് പുതിയ പെണ്ണിനാ. ഓള് തകർത്ത് അഭിനയിച്ചില്ലേ? നീ എല്ലാവർക്കും പണി കൊടുക്കുന്ന ആളല്ലേ, അതിലൊന്ന് തിരിച്ചു കിട്ടിയെന്ന് കരുതിയാ മതി.